ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് ബിയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്തായിരുന്നു എന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്താണ്, അഥവാ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ ട്രേഡ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്വിങ് ഹൈ, ഒരു സ്വിങ് ലോ, പിന്നെ മാർക്കറ്റ് ഡിസ്പ്ലേസ്മെൻറ്റോടുകൂടി മേലേക്ക് പോകണം, വിത്ത് FVG ഉണ്ടാവണം, എന്നിട്ട് റിട്രേസ് ടു കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ, പിന്നെ മാർക്കറ്റ് ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ ബിയറിഷ് ഓർഡർ ബ്ലോക്കിൽ ഐഡൻറ്റിഫൈ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലും ഐഡൻറ്റിഫൈ ചെയ്യുക. ബിയറിഷ് ഓർഡർ ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൺസിക്യൂട്ടീവ് അപ്പ് ക്ലോസ് ക്യാൻഡിലായിരുന്നു. ഇത് കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിലാണ് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, നമ്മൾ റിയൽ ഗ്രാഫിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഐഡൻറ്റിഫൈ ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിലെവിടെയാണ് ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി വന്നിരിക്കുന്നത് വിത്ത് FVG. കണ്ടോ, ഈ ഒരു 2 ഡൗൺ ക്ലോസ് ക്യാൻഡിൽ കണ്ടോ, ഇത് ഭയങ്കര ഡിസ്പ്ലേസ്മെൻറ്റോടുകൂടി മേലേക്ക് പോയി വിത്ത് FVG ഉണ്ട്. ഞാനിപ്പോൾ ഇത് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ വിത്ത് FVG, വിത്ത് സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട്. ഓക്കെ, ഈ കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് ടു ക്ലോസ് പ്രൈസ് നമ്മൾ വിക്ക് എടുത്തിട്ടില്ല. വിക്കിൻ്റെ അടിയിലേക്ക് ഈ ബോർഡിൻ്റെ അടിയിലേക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്കും വന്നിട്ടില്ല. അതിനർത്ഥം എന്താ, ഇത് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മാർക്കറ്റ് ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ.